അത് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് ശരിയാണ്. നമ്മളൊരു യാത്രയ്ക്ക് പോവാണ്. സെൽഫി കാണുമ്പോഴേ അറിയാമല്ലോ ഒരു യാത്രയുടെ തുറക്കാണെന്ന്. MLL വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ 1-ാം തീയതിയിലത്തെ വീഡിയോ ആണ് കേട്ടോ. 1-ാം തീയതി നമ്മൾ കൊട്ടാരക്കര അമ്പലത്തിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വിശേഷങ്ങളാണ്. പോകുന്ന വഴിയിലുള്ള ഒരു അമ്പലമാണ് ഇത്. എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇതുവരെയും പക്ഷേ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഒരു മലയുടെ ഒരു പകുതി ഭാഗത്തിലാണ് കേട്ടോ ഈ ഒരു അമ്പലം നിൽക്കുന്നത്. എപ്പോഴെങ്കിലും കയറാൻ പറ്റിയാൽ ഞാൻ വിശദമായിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാം. ഈ നിൽക്കുന്ന മരം കണ്ടപ്പോൾ ഞാൻ എൻ്റെ +2 ജീവിതത്തിലേക്ക് ഒരുപാട് തിരിച്ചു പോയി കേട്ടോ. വാഗമര ചുവട്ടിലെ പ്രണയത്തെ പറ്റിയൊക്കെ കവിത എഴുതിയതൊക്കെ ആ സമയത്ത് ഞാൻ മണിയണ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് കേട്ടോ ആ വീഡിയോ എടുത്തത്. അങ്ങനെ ദാണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് എത്തുവാണേ. അമ്പലത്തിലെത്തുമ്പോൾ ദാണ്ട് ഈ കുളത്തിന് ഇക്കരക്കര നിന്ന് എനിക്ക് അമ്പലം കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുമായിരുന്നു. അവിടം വരെയും ഞാൻ വീഡിയോ എടുത്തേ. ഇക്കരെ നിന്ന് എനിക്കിങ്ങനെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. അതാണ് മ്യൂസിക് കൊടുത്ത് നിങ്ങൾക്കും അത്രയും ഭാഗം കാണിച്ചു തന്നത്. പിന്നെ തന്നെ നമ്മളവിടെ കൊണ്ട് ചെരുപ്പൊക്കെ ഭദ്രമായിട്ട് വെച്ചിട്ട് നേരെ പോയത് കുളത്തിലേക്കാണ്. കാല് കഴുകാൻ പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ മീൻകുട്ടന്മാർക്ക് ഫുഡ് കൂടി കൊടുത്തിട്ടാണ് പിന്നെ തൊഴാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു നേരെ നമ്മൾ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു, പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ നമ്മൾ മുന്നേ കൊട്ടാരക്കര അമ്പലത്തിൽ വന്ന വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് നമ്മളെപ്പോൾ വന്നാലും ഇവർക്ക് ഫുഡ് കൊടുത്തിട്ടേ പോകത്തോളെ. നമ്മൾ കൊണ്ട് ആ ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു സന്തോഷവും തുള്ളിച്ചാട്ടവും ഒക്കെ അത് നമുക്ക് മനസ്സിനൊരു പ്രത്യേക സന്തോഷം തരുന്നതാണേ. മണിയണ്ണൻ തണ്ടേ അവരുടെ ബഹളം കണ്ടിട്ട് ഒന്ന് ചിരിക്കുമായിരുന്നേ. വലിയ മീൻ തൊട്ട് കുഞ്ഞു മീൻ വരെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ പൊരി അങ്ങോട്ട് കൊണ്ട് ഇടുന്ന സമയത്ത് എവിടുന്നൊക്കെയാണോ ഓടി വന്ന് ബഹളം വെച്ച് നിമിഷ നേരം കൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പൊരി തീർന്നു പോകുന്നുള്ളതാണേ. ഇത് കണ്ടോ അവരുടെ ഈ ഫുഡ് കിട്ടുമ്പോൾ ഉള്ള സന്തോഷം, ഇത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമല്ലേ. അതുകൊണ്ട് മണിയണ്ണൻ പറയും നമുക്ക് ആദ്യം അവരുടെ ആ ഒരു സന്തോഷം കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് ഭഗവാനെ കണ്ട് നമ്മൾ സന്തോഷിച്ചാൽ പോരേ എന്ന് പറഞ്ഞാണ് കേട്ടോ അവർക്ക് ആദ്യം കൊണ്ടുപോയി ഫുഡ് കൊടുക്കുന്നത്. മീൻകുട്ടന്മാർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മണിയണ്ണൻ വന്നിട്ട് ഓരോ തേങ്ങയും കുലുക്കി നോക്കിയെടുക്കുമായിരുന്നേ, നമുക്കകത്ത് പൊട്ടിക്കാനുള്ള തേങ്ങ. മിക്കവാറും പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ തെങ്ങിലെ തേങ്ങ കൊണ്ടുപോകാൻ നോക്കുന്നതാണ്. ഈ പ്രാവശ്യം പോയപ്പോൾ സമയത്ത് തേങ്ങ ഇല്ലായിരുന്നു കേട്ടോ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. പിന്നെ നമ്മൾ തേങ്ങ ഉടയ്ക്കുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടേ. പിന്നെ മണിയണ്ണൻ തലയ്ക്കൊക്കെ ഒഴിഞ്ഞ് തേങ്ങ പൊട്ടിക്കുവാണേ. തേങ്ങ പൊട്ടിക്കാൻ എൻ്റെ ഊഴം വരുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ഇടിപ്പാണ് കേട്ടോ. എന്താ വെച്ചാലേ തേങ്ങ ഞാൻ ഉടയ്ക്കുമ്പോൾ പൊട്ടുമോ, പൊട്ടാതിരുന്ന ദോഷമാണോ, അങ്ങനെയൊക്കെ. തേങ്ങ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞതാണേ, ഭാഗ്യം രണ്ടും പൊട്ടി. എനിക്ക് ഭയങ്കര പേടി കേട്ടോ തേങ്ങ പൊട്ടിക്കാൻ പോകുമ്പോൾ അത് പൊട്ടുമോ എന്നുള്ളത്. ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. തേങ്ങയൊക്കെ പൊട്ടിച്ച് പിന്നെ തൊഴുതിട്ട് വന്നതാണ്ടേ ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവിടെ പോയിരുന്ന് തന്നെ 2 തിന്നിട്ടേ പോരത്തുള്ളൂ. കാരണം അവിടെ ഇരുന്ന് തിന്നുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും പിന്നെ കിട്ടത്തില്ല. ആ ചൂടോടെ തിന്നുന്ന ടേസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് ഉണ്ണിയപ്പം തന്നില്ല എന്ന് പറയരുത്, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കേട്ടോ. എല്ലാവരും എടുത്തോളൂ. സന്തോഷത്തോടെ ഉണ്ണിയപ്പമൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ എൻ്റെ ചെരുപ്പ് ആരണ്ട് അടിച്ചുകൊണ്ട് പോയി. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം വാങ്ങിച്ചിട്ട് 2 ദിവസമായ ചെരുപ്പായിരുന്നേ. ആറ്റും നോറ്റൊരു ചെരുപ്പ് വാങ്ങിച്ചിട്ട് അത് അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു വിഷമം അത് പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. പിന്നെ കുറേ നേരം ഏതാണ്ട് അരമണിക്കൂറോളം ഞാൻ ചെരുപ്പ് തപ്പി അവിടെ എല്ലാം നടന്നേട്ടോ. പിന്നെ നടന്നിട്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നതാണ്ട് മസാല ദോശ കഴിക്കാനായിട്ട് കയറിയേ. അമ്പലത്തിൽ വന്നാൽ ഒരു മസാല ദോശ കഴിക്കണം എന്നാണല്ലോ. ഏത് അത് തന്നെ. ഞാൻ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് മണിയണ്ണ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞെന്നെ ചിരിപ്പിക്കാൻ നോക്കുമായിരുന്നേ. പക്ഷേ ചിരിക്കുന്നെങ്കിലും മനസ്സിനകത്ത് ഭയങ്കര വിഷമമായിരുന്നു. പുതിയ ചെരുപ്പല്ലേ പോയത്. അങ്ങനെ ചെരുപ്പ് പോയ വിഷമത്തിൽ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. പുതിയ വീഡിയോയുമായി ഉടനെ എത്താം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.